ഈ ക്ലാസ് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിനെപ്പറ്റി ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 ഉണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പഴയ +2 പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. കൂടാതെ ഇതിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ആദ്യം എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം. 3 വെസലുണ്ട് ഇവിടെ 1 ലിറ്റർ വെള്ളം എടുക്കുക, ഇവിടെയും 1 ലിറ്റർ വെള്ളം, ഇവിടെയും 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള, എന്താ നോൺ വോളറ്റൈൽ മീൻസ് വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റാത്ത സൊല്യൂട്ട് ആയിട്ടുള്ള 1 മോള് യു ടേക്ക് 1 മോള് ഷുഗർ ചേർക്കുക, പഞ്ചസാര ഇടുക ഇതിലേക്ക്. അതേപോലെ ഇതിലേക്ക് നിങ്ങൾ 1 മോള് ദാറ്റ് ഇസ് ഗ്ലൂക്കോസ് ഇടുക. ഇതിലേക്ക് നിങ്ങൾ 1 മോള് യൂറിയയും ചേർക്കുക. എന്നിട്ട് 3 പേരുടെയും പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഒന്നാമത്തെ ഇതിൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ കളർ ഓഫ് ദി സൊല്യൂഷൻ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ അതിൻ്റെ കണ്ടക്ടിവിറ്റി വിൽ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസ് കുറേ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഞാനിതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഓസ്മോട്ടിക് പ്രഷർ 10 കിട്ടിയതെങ്കിൽ ഒരു 10 നിറഞ്ഞ വാല്യൂ കിട്ടുന്നതായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലും 10 തന്നെയായിരിക്കും, ഇതിൻ്റെ കേസിലും എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. അപ്പം എന്ന് ചോദിക്കട്ടെ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ആ വാല്യൂ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഈ സൊല്യൂഷൻ്റെയും ഈ സൊല്യൂഷൻ്റെയും ഈ സൊല്യൂഷൻ്റെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഷുഗർ ചേർത്തപ്പോഴും ഗ്ലൂക്കോസ് ചേർത്തപ്പോഴും യൂറിയ ചേർത്തപ്പോഴും വെള്ളത്തിലാണേ ചേർത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സൊല്യൂട്ട്? നോ. ഷുഗറിനും ഗ്ലൂക്കോസിനും യൂറിയക്കും സെയിം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാച്ചർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓസ്മോട്ടിക് പ്രഷർ. അതേസമയം വേറൊരു വെസലിൽ എഗൈൻ യു ടേക്ക് 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് നിങ്ങൾ 2 മോൾ ഷുഗർ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ 20 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 2 മോൾ എടുത്തപ്പം 20 കിട്ടി, 1 മോൾ എടുത്തപ്പം 10 ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന വാല്യൂ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? നമ്പർ ഓഫ് മോൾസ് ഇരട്ടിച്ചപ്പോൾ ഓസ്മോട്ടിക് പ്രഷറും ഇരട്ടിച്ചിട്ടുണ്ട്. അത്തരം പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ്, വി കോൾ ഇറ്റ് ആസ്, ജനറലി പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാ പറയാം. Therefore, what is colligative property എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എ dilute solution containing non-volatile solute which depends only on number of moles of solute and is independent of nature of solute. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ മാത്രമല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അത് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്നിൻ്റെ പേര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. നമുക്ക് ആദ്യം എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നോക്കാം. ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുക്കുക. അങ്ങനെയാകുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഇതിൻ്റെ സർഫസിൽ ഉണ്ടാവും. ഇതെന്ത് ചെയ്യും? വേപ്പേഴ്സ് ആയിട്ട് മേലോട്ടേക്ക് വരും. അറ്റ് റൂം ടെമ്പറേച്ചർ തന്നെ വേപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് വേപ്പേഴ്സ് ആയിട്ട് മാറും. Therefore, water vapors will be here. ഈ വാട്ടർ വേപ്പർ അങ്ങനെയാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മേലെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ്, എന്താ പറയുക, വേപ്പർ പ്രഷർ എന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് ശുദ്ധമായ വെള്ളമായതുകൊണ്ട് വെള്ളത്തിനെ എനിക്ക് പറയാം ഒന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുകയാണെങ്കിൽ, ശുദ്ധമായ വെള്ളം ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറിനെ ഐ ക്യാൻ റെപ്രസെന്റ് ആസ് P0(1) എന്നാണ് പറയാം. ലെറ്റ് ആ P0(1)ന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. 10 ആണ് ഇതിന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. ഞാൻ ഇതിലേക്ക് 1 മോൾ ഷുഗർ ചേർക്കുക, പഞ്ചസാര ഇടുക. പഞ്ചസാരയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അത് നോൺ വോളറ്റൈലാണ്, വേപ്പേഴ്സ് ആയിട്ട് മാറൂല. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വാട്ടർ മോളിക്കൂളാണ്, ഇത് പഞ്ചസാര മോളിക്കൂളാണ്. ഈ റെഡിൽ വരച്ചിരിക്കുന്ന പഞ്ചസാര മോളിക്കൂളാണ്. ഒരിക്കൽ തന്നെ ഈ പഞ്ചസാര മോളിക്കൂളിന് വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, പഞ്ചസാരയെ ഞാൻ പറയുന്നു രണ്ടാമത്തെ കമ്പോണന്റ് എന്നും പറയാം, രണ്ടാമത്തെ ഘടകം എന്നും പറയാം. അങ്ങനെയാകുമ്പോൾ ഈ വാട്ടർ വേപ്പേഴ്സിന് മേലോട്ട്, വാട്ടർ വേപ്പേഴ്സ് ആ സമയത്ത് മേലോട്ട് പോകും. പക്ഷേ ഇതിന്റെ താഴത്തൊക്കെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾസും മേലോട്ട് പോകാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഈ സർഫസിൽ പഞ്ചസാര മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പഞ്ചസാര മോളിക്യൂള് താഴത്തെ വാട്ടർ മോളിക്യൂൾസിന് മേലോട്ട് പോകുന്നതിൽ ഒരു തടസ്സം സൃഷ്ടിക്കും. തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇൻ എഫക്റ്റ് ഇവിടെ എത്തുന്ന വാട്ടർ വേപ്പേഴ്സിന്റെ എണ്ണം, ഇവിടെ ആകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വാട്ടർ വേപ്പേഴ്സ് മേലോട്ട് പോകാം. പക്ഷെ ഇവിടെ തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് മേലെത്തുന്ന വാട്ടർ വേപ്പേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരു സൊല്യൂഷനാണ് അല്ലെ. ഇത് പ്യൂർ വാട്ടർ ആയിരുന്നു, ഇത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷനായ സമയത്ത് ആ 1 എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക P1 ആണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി റൗണ്ട്സ് ത്രൂ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. P1 സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ P1, പ്യൂർ ആകുമ്പോൾ P0(1). അങ്ങനെ ആകുമ്പോൾ ഈ P1 പറയുക പാർഷ്യൽ പ്രഷർ ഓഫ് 1 എന്നൊക്കെ പറയും. ഇവിടെ P2ന് പ്രസക്തിയില്ല. എന്താണെന്നറിയോ? 2 മീൻസ് നമ്മളെ ഷുഗർ വേപ്പേഴ്സ് ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ട് ആ P2ന് ഒരു പ്രസക്തിയില്ല. വേപ്പേഴ്സ് ആയിട്ട് മാറിയാൽ മാത്രമേ പാർഷ്യൽ പ്രഷർ ഉണ്ടാവും. അപ്പൊ യു വിൽ ഗെറ്റ് P1 കിട്ടി. ഇനി കേൾക്കാം, ഈ P1ന്റെ വാല്യൂ ചിലപ്പോൾ എത്രയായിരിക്കും അറിയോ? ഒരു 8 ആണെന്ന് വിചാരിക്കുക. എന്തായാലും ഇതിനേക്കാൾ കുറവായിരിക്കും. നിങ്ങൾ നോക്ക്, അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ടപ്പോൾ അവിടെ വേപ്പർ പ്രഷറിന് ഒരു കുറവുണ്ടായില്ലേ? ആ കുറവിനാ പറയാം ഈക്വൽ ടാസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കുന്ന കുറവ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിന് നമുക്ക് ആ വേപ്പർ പ്രഷർ ഉണ്ടായിരുന്ന കുറവ് 2ന്റെ കുറവല്ലേ? P0(1)ന്റെ വാല്യൂ 10, P1ന്റെ വാല്യൂ 8. അപ്പൊ 2ന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് P0(1) - P1 ആണ്. അങ്ങനെയാണെങ്കിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, P0(1) - P1 ഡിവൈഡഡ് ബൈ താഴത്ത് നമ്മൾ P0(1) കൊടുക്കുക. P0(1) കൊടുക്കുകയാണെങ്കിൽ P0(1) മീൻസ് ഓൾറെഡി ഉള്ള വാല്യൂ. ഓൾറെഡി ഉള്ള വാല്യൂവിൽ എത്രമാത്രം കുറവുണ്ടായിരിക്കും, അതിന് പറഞ്ഞ പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. അപ്പൊ ഈ കേസിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/10 ആയിരിക്കും. ഓൾറെഡി ഉള്ള വാല്യൂ 10, കുറവുണ്ടായിരിക്കുന്ന വാല്യൂ 2, അപ്പൊ 2/10 ആയിരിക്കും. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇനി ഞാൻ പറയുന്നു ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു മോൾ ഷുഗർ ആയിട്ടിരിക്കുന്നത്. 1 മോൾ ഷുഗറിന് പകരം 1 മോൾ യൂറിയ ചേർക്കുക. യൂറിയ ചേർത്താലും അവിടെയും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാവും. അതിന്റെ വാല്യൂവും എത്ര തന്നെയായിരിക്കും? 2/10 ആയിരിക്കും. ഇനി ഞാൻ അവിടെ യൂറിയക്ക് പകരം 1 മോൾ ഗ്ലൂക്കോസ് ചേർക്കുക. ആ സമയത്തും 2/10 ആയിരിക്കും. ഞാൻ പറഞ്ഞു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് പാർട്ടിക്കിൾ ആണ്. ഇനി അതേസമയം ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് 1 മോൾ യൂറിയക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് 2 മോൾ യൂറിയാണ് ചേർക്കുന്നതെങ്കിൽ, 2 മോൾ യൂറിയാണ് ചേർക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കുറവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ആ സമയത്ത് ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഇത് 10 ആണെങ്കിൽ ഇത് ചിലപ്പം P1ന്റെ വാല്യൂ 6 ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറവ് 4 ആണ്. അപ്പൊ 4/10 ആണ് ആ സമയത്തുണ്ടായിരിക്കുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ബിക്കോസ് നമ്പർ ഓഫ് മോൾസ് കൂടിയിട്ടുണ്ട്. ഗെറ്റ് ഐഡിയ? അപ്പൊ നിങ്ങൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇപ്പം ഈ ബ്ലാക്ക് കളറിലുള്ളത് കമ്പണന്റ് 1 അല്ലെ, കമ്പണന്റ് 1. ഈ റെഡ് കളറിലെ കമ്പണന്റ് 2 ആയിക്കോട്ടെ, രണ്ടാമത്തെ കമ്പണന്റ്.
ഒന്നാമത്തെ കമ്പണന്റ് മോൾ ഫ്രാക്ഷൻ x1 ആയിക്കോട്ടെ, രണ്ടാമത്തതിന്റെ മോൾ ഫ്രാക്ഷൻ x2 ആയിക്കോട്ടെ. ഇവിടെ ഒന്നാമത്തെ കമ്പണന്റ് മാത്രമേ പ്രഷർ ഉണ്ടാക്കുള്ളൂ, ദാറ്റ് ഈസ് P1 എന്നും പറയാം. കാരണം ഇതൊരു സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ ആയതുകൊണ്ട് P1 ആണ്. യു നോ അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ ദാറ്റ് ഈസ് P1 ഈസ് പ്രൊപ്പോർഷണൽ ടു x1 ആയിരുന്നു. then P1 is equal to P01 into x1 ആയിരിക്കും. You know it. But again you know that x1 plus x2 is equal to 1. Therefore x1 is equal to 1 minus x2. Therefore you can say that P1 is equal to P01 into 1 minus x2. ഇങ്ങനെ എഴുതാം. ഇതിനൊരു കാര്യം ചെയ്യാം നമ്മൾ. P1 is equal to P01 minus P01 into x2 ഇങ്ങനെ എഴുതാം. ഇതിനെ പിടിച്ച് ഇപ്പുറം കൊണ്ടുക, ഈ കംപ്ലീറ്റ് ടേംസ് നമ്മൾ ഇപ്പുറം കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ what you get is that P01 into x2 is equal to ഇപ്പുറം വരുമ്പോൾ P01 minus P1 ഇങ്ങനെ കിട്ടും. then x2 equal to P01 minus P1 by P01 or P01 minus P1 by P01 is equal to what? x2 ആയിരിക്കും. ഇതിന് പറഞ്ഞ പേരായിരുന്നില്ലേ നമ്മൾ നേരത്തെ കണ്ട റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു x2. x2 is nothing but മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ആണ്. ഇതാണ് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ നിങ്ങൾ ഏതിന്റെ കാര്യം. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. then finally you have to write these things. okay. ഇനി നമ്മൾ അടുത്ത പരിപാടി, നിങ്ങൾ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു പൊടി കിട്ടി. ആ പൊടിയുടെ മോളിക്കുലാർ വെയിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് അൺനോൺ സൊല്യൂട്ട് ഈ മെത്തേഡിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാൻ നമുക്ക്. P01 into 1 minus P1 divided by P01 is equal to x2 എന്നല്ലേ പറഞ്ഞേ. This is equal to N2 divided by N2 plus N1 ആണ്. N2 means number of moles of 2 divided by number of moles of 2 plus number of moles of 1. For example, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളമാണ്, റൈറ്റ്? അതിലേക്ക് നിങ്ങൾ 2 എന്ന് പറയുന്ന കമ്പണന്റ് ചേർക്കുക. ഒരു കാര്യം ചെയ്യാം, ഇതൊരു വെരി ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. എന്താ വെരി ഡയലൂട്ട് സൊല്യൂഷൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇവിടെ ചേർത്തിരിക്കുന്ന 2 കമ്പണന്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പറയാം ദാറ്റ് ഈസ് N1 വിൽ ബി വെരി മച്ച് ഹയർ ദാൻ ആരെക്കാട്ടും N2നേക്കാളും. ദാറ്റ് ഈസ് ഫോർ വെരി ഡയലൂട്ട് സൊല്യൂഷൻ N1 വിൽ ബി വെരി മച്ച് ഹയർ ദാൻ N2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ N2 പ്ലസ് N1 എന്നുള്ള ടേംസ് ഉണ്ട് അല്ലേ. തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഈ പ്ലസ് വരുമ്പോഴുള്ള ഈ N2നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇഫ് N1 ഈസ് വെരി മച്ച് ഹയർ ദാൻ N2 ആണെങ്കിൽ. അങ്ങനെയാകുമ്പോൾ മേലത്തെ N2നെ ഒഴിവാക്കാൻ പറ്റൂലേ, അങ്ങനെയാകുമ്പോൾ മൊത്തം 0 ആയിപ്പോവും. അത് പറ്റൂല. താഴത്തെ N2നെ മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഫോർ വെരി ഡയലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ. സോ യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് N2 ഡിവൈഡഡ് ബൈ N1 ആയിട്ട് മാറും ഈക്വേഷൻ. N2 is nothing but W2 divided by M2. W2 means weight of solute divided by M2 molecular weight of solute whole divided by N1 പകരം W1 by M1 എഴുതാം. ഇത് നമുക്ക് ലാസ്റ്റ് എഴുതുമ്പോഴേ what you get is that P01 minus P1 by P01 is equal to, you can write W2 divided by M2 into that is M1 divided by W1. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ മോളിക്കുലർ വെയിറ്റ് കാണാൻ പറ്റും. എന്താ ചെയ്യുന്ന അറിയാം. അപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു പൗഡർ കിട്ടിയിരിക്കാം, ഒരു വൈറ്റ് പൗഡർ കിട്ടി. എന്താണ് ആ പൗഡർ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ പൗഡർ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് അറിയില്ല. അതേസമയം ആ പൗഡർ എങ്ങാണെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് 342 അത് നമുക്കറിയാം. ആ പൗഡർ എങ്ങാനും ഗ്ലൂക്കോസ് ആണെങ്കിൽ മോളിക്കുലർ വെയിറ്റ് 180 യൂറിയ ആണെങ്കിൽ 60 ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷെ ഈ കിട്ടിയ പൗഡർ എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ടേസ്റ്റ് നോക്കാനും പറ്റില്ല, ചിലപ്പോൾ മരിച്ചു പോകും ആ ടേസ്റ്റ് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്?
നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ്, ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ട് അതിന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. അങ്ങനെയാകുമ്പോൾ ശുദ്ധമായ വെള്ളത്തിന്റെ വേപ്പർ പ്രഷറിനെ ഈ ഇക്വേഷനിലെ P0 ആക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾ നടന്നു പോകുമ്പോൾ കിട്ടിയിരിക്കുന്ന ആ പൊടിയില്ലേ, ആ പൊടി കുറച്ച് നിങ്ങളിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ വേപ്പർ പ്രഷർ ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് സൊല്യൂഷൻ ആയിട്ട് മാറി. സൊല്യൂഷനായ സമയത്ത് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെ എനിക്ക് പറയാം P1 എന്ന് പറയാം. അതായത് P1 കിട്ടി. അപ്പൊ P0 ശുദ്ധമായ വെള്ളത്തിന്റെ വാല്യൂ, P1 മീൻസ് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഇസ് P1. P0 നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. W2 എന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്ന ആ പൊടിയുടെ വെയിറ്റ് ആണ്. ആദ്യം തന്നെ നമ്മൾ തൂക്കിയിട്ടിട്ടാൽ മതിയാവുമല്ലോ. അങ്ങനെയാകുമ്പോ W2 നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ തൂക്കിയാൽ കിട്ടാൽ മതി. ഒരു ഗ്രാം തൂക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. Now M2 നമുക്ക് അറിഞ്ഞുകൂടാ. M2 മീൻസ് മോളിക്കുലർ വെയിറ്റ് ഓഫ് ആ സൊല്യൂട്ടാ. അതാ ഏതാണ് സൊല്യൂട്ട് എന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിന്റെ മോളിക്കുലർ വെയിറ്റും അറിയില്ല. M1 എന്ന് വെച്ചാല് ഇവിടെ ഒന്നാമത്തെ കമ്പണന്റ് വെള്ളമല്ലേ. വെള്ളത്തിന് ഒരു മോളിക്കുലർ മാസ് ഇല്ലടോ. വെള്ളത്തിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് 18 ഗ്രാം. 18. അപ്പൊ ഇവിടെ 18 ഫിറ്റ് ചെയ്താൽ മതി. W1 എന്ന് വെച്ചാല് നിങ്ങൾ ഇവിടെ എടുത്ത വെള്ളത്തിന്റെ വെയിറ്റാ. ആ വെള്ളത്തിന്റെ വെയിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പം ഇതറിയാം, ഇതൊക്കെ ഈ പറഞ്ഞ ടേംസുകളൊക്കെ നമുക്ക് എക്സ്പെരിമെന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് M2, അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് കിട്ടിയ ഉത്തരം 342 ഇരിക്കാം. അപ്പൊ എനിക്ക് പറയാം നമുക്ക് കിട്ടിയ സാധനം പഞ്ചസാരപ്പൊടിയാന്ന് പറയാൻ പറ്റും. ഇനി അതല്ല കിട്ടിയ വാല്യൂ 150 ആണെങ്കിൽ കിട്ടിയ സംഭവം ഗ്ലൂക്കോസ് ആണ്. ഇനി അതല്ല 60 ആണെങ്കിൽ കിട്ടിയ സംഭവം യൂറിയ ആണ്, എക്സെട്ര. നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് വസ്തു എന്നുള്ള കാര്യം. ഓക്കെ, നോട്ട്സ് വേണ്ടവർ ഇതാണ് എഴുതി വെക്കേണ്ടത്. കൺസിഡർ എ സോൾവെന്റ് 1 whose vapor pressure is given by P0 and when a non-volatile solute 2 is added to this solvent, then its vapor pressure reduces to P1. Then P0 minus P1 is known as lowering of vapor pressure, and P0 minus P1 by P0 is known as relative lowering of vapor pressure. Then according to Raoult's law, we know that P1 is equal to P01 into x1 എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഹിയർ x1 plus x2 is equal to 1 ആണ്. therefore x1 equal to 1 minus x2 എന്ന് എഴുതിയേക്കുക. therefore P1 is equal to P01 into 1 minus x2 എന്ന് എഴുതിയേക്കുക. അങ്ങനെയാകുമ്പോൾ P1 is equal to P01 minus P01 into x2 എന്ന് എഴുതിയേക്കുക. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് P01 minus P1 by P01 is equal to x2 എന്നത്. ഇത്രയതിനു ശേഷം നെക്സ്റ്റ് നിങ്ങൾ ഹെഡിങ് എഴുതിക്കുക കാൽക്കുലേഷൻ ഓഫ് ദി മോളിക്കുലർ മാസ് ഓഫ് അൺനോൺ സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക. ദാറ്റ് ഈസ് we know P01 minus P1 by P01 is equal to x2 ഒന്നും കൂടി എഴുതുക. then that is equal to ഇങ്ങനെ എഴുതിയേക്കുക n2 divided by n2 plus n1 എഴുതുക. for a very dilute solution n1 is very much higher than n2 ആണ്. അങ്ങനെയാകുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു അഗൈൻ എന്തെന്ന് എഴുതുക n2 divided by n1 എന്ന് എഴുതുക. then ഇവിടെ എന്തൊക്കെ എഴുതുമെന്നറിയാം W1 by M1 whole divided by W2 by M2 whole divided by W1 by M1 എന്ന് എഴുതിയേക്കുക. ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒന്ന് വൃത്തിയിൽ നിങ്ങൾ എഴുതി വെക്കുക. ദാറ്റ് ഇസ് P1 divided by P01 is equal to W2 by M2 into M1 divided by W1 എന്നിട്ട് പറയാം by knowing this one and this one and this one you can calculate the value of M2 is the molecular mass of unknown solute. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടുള്ളൂ. നിങ്ങളുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് the vapor pressure of pure benzene at a certain temperature is 0.85 bar. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene, molar mass and 78. Vapor pressure becomes 0.845. What is the molar mass of the solid substance?
അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ബെൻസീനാണ് കേട്ടോ. ബെൻസീനെ നമ്മൾ 1 കമ്പണൻറ്റ് പറയണം. ഈ 0.5 ഗ്രാം സോളിഡ് സബ്സ്റ്റൻസ് ചേർക്കുന്നില്ലേ, അവിടാണ് നമ്മുടെ നമ്പർ 2 കമ്പണൻറ്റ്. അപ്പോൾ ശുദ്ധമായ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ എത്രയാ, 0.850. അപ്പോൾ നമുക്ക് P0 യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0.85 ആണ്, 850 ആണ്. ഇതിലേക്ക് 0.5 ഗ്രാം ഈ സാധനം ചേർക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയിലേക്ക് പോയിട്ടുണ്ട്, 0.845 പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് P(1) ഈസ് ഈക്വൽ, അതാണ് P(1) 0.845 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു അല്ലേ, P(0) മൈനസ് P1 ബൈ P(0) ഈസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു M1 ഡിവൈഡ് ബൈ W1 ആണ്. P(0) വാല്യൂ കിട്ടി, എത്രയാ, 0.85 മൈനസ് 0.845 ഡിവൈഡഡ് ബൈ 0.85. എപ്പോഴും ഈ വാല്യൂ ഇതിനേക്കാൾ കൂടുതലായിരിക്കണേ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ്, ഇത് 850 ഇത് 845 അല്ലേ. അങ്ങനെയാകുമ്പോൾ 0.85 ഈസ് ഈക്വൽ ടു W2 വെയിറ്റ് ഓഫ്, ഇതാണ് W2 ദിസ് 1 0.5 ഡിവൈഡഡ് ബൈ M2 എന്ന് വെച്ചാൽ അതിൻ്റെ മോളിക്കുലർ മാസ് അല്ലേ, അതാണ് കണ്ടുപിടിക്കണ്ടേ, ഇൻറ്റു M1 മീൻസ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ബെൻസീൻ്റെ മോളിക്കുലർ മാസാ, ദാറ്റ് ഈസ് 78 ഡിവൈഡഡ് ബൈ W1 അങ്ങനെയാണെങ്കിൽ ആ എടുത്തിരിക്കുന്ന ബെൻസീൻ്റെ വെയിറ്റ് എത്രയാ, 39. ഇത് ചെയ്താൽ നമുക്ക് ഈ M2 ഇങ്ങോട്ട് കൊണ്ടുവരിക, ബാക്കി എല്ലാ സംഗതികളും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ആ ആൻസറാണ് ഇവിടുത്തെ M2. ഓക്കെ. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, എന്താണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ സീ ലെവല്, വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 373 കെൽവിൻ ആണ്. നിങ്ങളിതിലേക്ക് 1 മോള് ഷുഗർ ചേർക്കുക, പഞ്ചസാര ചേർക്കുക. അങ്ങനെയാകുമ്പോൾ അത് സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇപ്പം ആദ്യം 373 കെൽവിൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഒരു പക്ഷേ ഒരു 375 കെൽവിനായിട്ട് മാറിയിട്ടുണ്ടാകാം. സാങ്കല്പികമായ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്ക്, ബോയിലിംഗ് പോയിന്റ് 373 375 പോയില്ലേ. ബോയിലിംഗ് പോയിന്റിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ഉയർച്ചക്ക് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നാ പറയാം. ലെറ്റ് T0 be the boiling point of pure solvent. TB be the boiling point of solution. അതായത് ശുദ്ധമായ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിൻ. അത് നമ്മൾ T0B എന്ന് പറയാം. ശുദ്ധമായ വെള്ളമായതുകൊണ്ട് 0 കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഷുഗർ ചേർത്തപ്പോൾ സൊല്യൂഷനായിട്ട് മാറി. സൊല്യൂഷനായി മാറിയപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് TB ആണെങ്കിൽ then delta TB is equal to, you can say, TB minus T0B. ഇവിടുത്തെ TB 375 ആണ്, മൈനസ് 373, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കെൽവിൻ ആണ് ഇവിടുത്തെ ഡെൽറ്റ TB. ഡെൽറ്റ TB is nothing but elevation in boiling point. ഇനി എന്തുകൊണ്ട് ഇതിനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം, ഒരു കാര്യം ചെയ്യാം. 1 മോൾ ഷുഗർ ഇട്ടപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുന്ന മാറ്റം 2 കെൽവിൻ ആണ്. 1 മോൾ ഷുഗറിന് പകരം നിങ്ങൾ 1 മോൾ യൂറിയയോ അല്ലെങ്കിൽ 1 മോൾ ഗ്ലൂക്കോസോ നിങ്ങൾ ചേർക്കുകയാണെങ്കിലും ആ സമയത്തും അവിടെയുള്ള ബോയിലിംഗ് പോയിന്റിന്റെ ചേഞ്ച് എത്ര തന്നെയാ, 2 തന്നെയായിരിക്കും. ദാറ്റ് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി അതേസമയം 1 മോളിന് പകരം നിങ്ങൾ 2 മോൾ ഷുഗറാണ് ചേർക്കുന്നതെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടായിരിക്കുന്ന ഉയർച്ച 2 കെൽവിന് പകരം ഒരു പക്ഷേ 4 കെൽവിനൊക്കെ ആയിരിക്കും, 4 കെൽവിൻ ആയിരിക്കാം. കാരണം 1 മോളിന് 2 കെൽവിന്റെ ഉയർച്ച ഉള്ളതെങ്കിൽ 2 മോളിന് 4 കെൽവിന്റെ ഉയർച്ച നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ബിക്കോസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. റൈറ്റ്. എന്തുകൊണ്ട് ബോയിലിംഗ് പോയിന്റിൽ ഉയർച്ച ഉണ്ടാവുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അതായത് അന്തരീക്ഷ മർദ്ദം 1 atm ആയിക്കോട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യുക, ദാറ്റ് ഈസ് വാട്ടർ മാത്രം എടുക്കുക. ഇവിടെ വാട്ടർ പ്ലസ് ഷുഗർ, ഐ മീൻ ഷുഗർ ചേർത്ത വെള്ളം, ഐ മീൻ സൊല്യൂഷൻ ആക്കി മാറ്റി. റെഡി. ഒരു കാര്യം ചെയ്യുന്നു, ഇതിനെ ഞാനൊരു 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക.
അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ വാട്ടേഴ്സ് ഒക്കെ വേപ്പേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുറേ വേപ്പേഴ്സ് ഉണ്ടാവും. ഈ വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷറിനായിരുന്നു വേപ്പർ പ്രഷർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വേപ്പർ പ്രഷറിന്റെ വാല്യൂ 0.5 ATM ആണെന്ന് വിചാരിക്കുക. അതേസമയം ഇതിനെ നിങ്ങൾ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ വേപ്പേഴ്സ് ആയിട്ട് മാറുള്ളൂ. ഷുഗർ മോളിക്യൂളിന് വേപ്പേഴ്സ് ആയിട്ട് മാറുകയില്ല. ബിക്കോസ് ഷുഗർ മോളിക്യൂൾ ഈസ് നോൺ വോളട്ടൈല. പക്ഷേ ഈ ഷുഗർ മോളിക്യൂൾ ഈ സർഫസിൽ വരുന്നത് കൊണ്ട് ദി എഫക്റ്റീവ് സർഫസ് ഏരിയ ഫോർ ഇവാപ്പറേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ വാട്ടർ മോളിക്യൂളിനെ എസ്കേപ്പ് ചെയ്യുന്നത് പോലെ ഈ കേസിലുള്ള വാട്ടർ മോളിക്യൂൾസിന് മേലോട്ടേക്ക് വരാൻ പറ്റില്ല. കാരണം ഈ ഷുഗർ മോളിക്യൂൾസ് തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ ഇവിടുത്തെ വേപ്പർ പ്രഷർ ഈ കേസിൽ 0.5 ATM ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ 0.5 ATM ആയിട്ട് മാറണമെന്ന് നിർബന്ധമില്ല. അതിനേക്കാൾ കുറവായിരിക്കും. ഒരു 0.45 ഒക്കെ ഉണ്ടാവുള്ളൂ. റെഡി? ഈ കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിനെ 60 വരെ ചൂടാക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് 0.6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഒരു 0.55 ആയിട്ട് ഉണ്ടാവുള്ളൂ. 70 ആകുമ്പോൾ 0.7, 80, 0.8, 90, 0.9. അങ്ങനെയാകുമ്പോൾ 100 ആക്കി മാറ്റുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇവിടുത്തെ വേപ്പർ പ്രഷർ 1 ATM ആയിട്ട് മാറും. നോക്ക്, ഈ വാല്യൂം ഈക്വൽ ആയിട്ട് മാറി. വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആയിട്ട് മാറി. ആ ടെമ്പറേച്ചറിനല്ലേ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ഈ വെള്ളം തിളക്കാൻ തുടങ്ങും. അതേസമയം ഇതിനെ നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ ഇവിടുത്തെ വേപ്പർ പ്രഷറിന്റെ വാല്യൂ ഒരു പക്ഷേ ഒരു 0.95 ആയിട്ടേ ഉണ്ടാവുള്ളൂ. അന്തരീക്ഷ മർദ്ദം എത്ര ATM ഇന്നിയ? 1 ATM ഇന്നിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാല്യൂം ഈക്വൽ ആയിട്ട് മാറിയിട്ടില്ല. വെള്ളം തിളക്കല. ഒരു കാര്യം ചെയ്യുന്നു, ഇതിന് നിങ്ങളൊരു 102 അല്ലെ 105 ഡിഗ്രിയോ അല്ലെ 102 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുക. 102 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ വാല്യൂ 1 ATM ആയിട്ട് മാറി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് മാറി. നമ്മുടെ സൊല്യൂഷൻ തിളക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ശുദ്ധമായ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കുന്നുണ്ട്. അതേസമയം ഈ ഷുഗർ സൊല്യൂഷൻ 102 തിളക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവയുടെ ബോയിലിംഗ് പോയിന്റിൽ ഒരു ഡിഫറൻസ് ഇല്ലേ? അതിനാ പറയാം ഈക്വൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ദിസ് വി ക്യാൻ റെപ്രസെന്റ് ഗ്രാഫിക്കലി ആസ് ബിലോ. നോക്കിക്കോളൂ, ഈ ഗ്രാഫിൽ വരക്കുന്ന വേപ്പർ പ്രഷർ, ഈ ഗ്രാഫിൽ വരക്കുന്ന ടെമ്പറേച്ചർ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം എടുക്കുക, അതേപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ എടുക്കുക. ആദ്യം വെള്ളത്തിന്റെ കേസ് നോക്കാം. ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ. ഇത് 50 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ വേപ്പർ പ്രഷറിന്റെ വാല്യൂ ഇത് 1 ATM ആണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം അതിന്റെ പകുതി, ഐ മീൻസ് യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ 1 ATM. അതായത് 50 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ 0.5 ആയിരുന്നു. ദാറ്റ് ഇസ് പോയിന്റ് ഹിയർ. ഇനി ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുക. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നില്ലേ? സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്. യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇതുപോലത്തെ ഒരു ഗ്രാഫാ കിട്ടാം. ഈ ഗ്രാഫ് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ വേപ്പർ പ്രഷർ 1 ATM ആയിട്ട് മാറി. അന്തരീക്ഷ മർദ്ദത്തിന് ഈക്വൽ ആയിട്ട് മാറി. അപ്പം ആ കറസ്പോണ്ടിങ് ആ സമയത്തുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങും. ആ തിളക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ താഴെ? ഇതിനെ നമ്മൾ പറയാ T0B എന്ന് പറയാം. T0B is nothing but the boiling point of pure water ആണ്. അതേസമയം 50 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ച് പഞ്ചസാര വെള്ളം എടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ ഇത്ര ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ച് താഴെയാണ്. നേരത്തെ പറഞ്ഞു 0.45 ഒക്കെ ഉള്ളൂ. ദാറ്റ് ഈസ് യു ഷുഡ് സ്റ്റാർട്ട് ദി ഗ്രാഫ് ഫ്രം ഹിയർ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ കൂടുതലോ. ദോ യു വിൽ ഗെറ്റ് അനദർ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോയി ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാല്യൂ ഇത് ഈക്വൽ ആയിട്ട് മാറി, 1 ATM ആയിട്ട് മാറി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്യും? തിളക്കാൻ തുടങ്ങും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും താഴെ. അതിന് പറഞ്ഞ പേരാണ് V equal to എന്താ പറയാ? TB എന്നും പറയും. ഇത് ആരുടെ ഗ്രാഫാണ്? ഇത് പ്യുവർ ആയിട്ടുള്ള ആര് മാത്രമാണ്? സോൾവെന്റ് മാത്ര. ഇത് ആരൊക്കെയുള്ളത്? സൊല്യൂഷന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഇവർ തമ്മിലൊരു ഡിഫറൻസ്. ഐ മീൻസ് TB മൈനസ് T0B ആണ് ഈ വാല്യൂ. ഈ വാല്യൂന് പറഞ്ഞ പേരാണ് V equal to delta TB. This is the graphical representation of elevation in boiling point. Graphical representation ഇതാണ്. Okay. It is found that is this delta TB proportional to small m ആയിരിക്കും. Small m is nothing but molality of the solution ആണ്. അങ്ങനെയാകുമ്പോൾ
ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ടി ബി ഈക്വൽ ടു, ആ പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കി മാക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വേണ്ടേ, ദാറ്റ് ഈസ് കെ ബി ഇൻറ്റു സ്മോൾ എന്നാ പറയാം, കെ ബി എന്നാണ് പറയാം. കെ ബി ഇസ് നോൺ ആസ്, കെ ബിയുടെ പേരാണ് മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്നാണ് പറയാം, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, എലിവേഷൻ കോൺസ്റ്റന്റ്. അങ്ങനെയാകുമ്പോൾ കെ ബിക്ക് ഒരു ഡെഫിനിഷൻ പറയണം നമുക്ക് നേരിക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്താ അറിയാം, ഇഫ് എം ഈസ് ഈക്വൽ ടു 1 മോളാൽ ആയിക്കോട്ടെ, അതായത് എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 മോളാൽ ആണെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു എന്തെന്ന് പറയാം, കെ ബി എന്ന് പറയാം. Therefore we can say that Kb is the, ഇന്ന് പറയും elevation in boiling point അല്ലേ, Kb is the elevation in boiling point of 1 മോളാൽ സൊല്യൂഷൻ. ഒരു മോളാൽ സൊല്യൂഷന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞ പേരാണ് ബി ഈക്വൽ ടു കെ ബി എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഈ കെ ബിക്ക് ഒരു യൂണിറ്റ് വേണ്ടേ, ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ബി ബൈ എം അല്ലേ, അങ്ങനെയാണെങ്കിൽ കെ ബി ഡെൽറ്റ ടി ബിയുടെ യൂണിറ്റ്, ഡെൽറ്റ ടി ബി മീൻസ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്ന ഉയർച്ച. അപ്പൊ ബോയിലിംഗ് പോയിന്റ് മീൻസ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. Therefore you can say that K divided by മൊളാലിറ്റിയുടെ യൂണിറ്റ്, ദാറ്റ് ഈസ് മോൾ പെർ കിലോഗ്രാം ആണ് മൊളാലിറ്റിയുടെ യൂണിറ്റ്. അങ്ങനെ ഇത് മൊത്തം ചെയ്യുമ്പോൾ what you get is that കെൽവിൻ ഇവിടെ ഉണ്ടാവും, ഈ മോൾ ഉണ്ടല്ലോ, ഈ മോള് മേലെ വരുമ്പോൾ ദാറ്റ് ഈസ് മോൾ ഇൻവേഴ്സ് ആവും, റൈറ്റ്. ഇവിടെ കിലോഗ്രാം ഇൻവേഴ്സ് അല്ലേ ഉള്ളത്, അത് മേലെ വരുമ്പോൾ ദാറ്റ് ഈസ് കിലോഗ്രാം ആയിട്ട് മാറും. ഇനി ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ കെ ബിയുടെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സോൾവെന്റ് ആണ്. അതായത് വെള്ളമാണ് സോൾവെന്റ് എടുക്കുന്നതെങ്കിൽ ഒരു കെ ബി വാല്യൂ ഉണ്ടാവും, അതേസമയം നിങ്ങൾ ബെൻസീൻ എടുക്കുമ്പോൾ വേറെ കെ ബി വാല്യൂ ഉണ്ടാവും. ആ കെ ബി വാല്യൂ കണ്ടുപിടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് പ്രോബ്ലംസ് നമ്മുടെ ചോദിക്കാറില്ല. കെ ബി ഈസ് ഈക്വൽ ടു, ആക്ച്വലി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക സോൾവെന്റിന്റെ കെ ബി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ദാറ്റ് ഈസ് ആർ ടി 1 അല്ലെങ്കിൽ ടി ബി സ്ക്വയർ ഇൻറ്റു എം 1 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് വി ഇൻറ്റു 1000 ആണ് ഈ കെ ബി കാണുന്ന ഇക്വേഷൻസ്. ആർ മീൻസ് ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ബി എന്ന് വെച്ചാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഉദാഹരണം വെള്ളമാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് യു ടേക്ക് ഇറ്റ് ആസ് 373 കെൽവിൻ എടുക്കുക, അതിന്റെ സ്ക്വയർ. M1 മീൻസ് മോളാർ മാസ് ഓഫ് ദി സോൾവെന്റ്, ഉദാഹരണം വെള്ളമാണ് എടുക്കുന്നത്, അതിന്റെ വാല്യൂ 18 കൊടുക്കുക. ഡെൽറ്റ എച്ച് ബി എന്ന് വെച്ചാൽ എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ, അതിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് ഒരു പ്രത്യേക സോൾവെന്റിന്റെ കെ ബി വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. കെ ബി ഈസ് ദി വാല്യൂ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സോൾവെന്റ്. അപ്പം ബെൻസീന്റെ കേസിൽ M1 ഒരു വാല്യൂ ഇരിക്കും, വാട്ടറിന്റെ കേസിൽ വേറെ വാല്യൂ ഇരിക്കും. അപ്പോൾ കെ ബിയുടെ വാല്യൂ സോൾവെന്റ് മാറുന്നതനുസരിച്ചിട്ട് മാറുന്നുണ്ട്. ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കണേ. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇവിടെ ഉണ്ട് ഇൻറ്റു എം മീൻസ് മൊളാലിറ്റിയാ, മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു ദാറ്റ് ഈസ് 1000 മേലെ ഉണ്ടാവും, ഹോൾ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ W1. W1 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ്, W2 വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്, M2 മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്, ദെൻ കെ ബി അതിന്റെ ഒരു വാല്യൂ. ഡെൽറ്റ ടി ബി മീൻസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടി ബി മൈനസ് T0B ആണ് ഡെൽറ്റ ടി ബി. ഈ വാല്യൂ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ്. അതായത് നിങ്ങൾ നടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് പൗഡർ കിട്ടിയ, ആ വൈറ്റ് പൗഡർ എന്താണെന്ന് നമുക്കറിയില്ലെന്നിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക, വെള്ളം എടുത്തതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. അതിന് പറഞ്ഞവരാണ് ബി ഈക്വൽ ടു T0B. റെഡി? ഇനി നിങ്ങൾ ആ വൈറ്റ് പൗഡർ അതിലേക്ക് കുറച്ചിടുക, ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ആ വാല്യൂ ആണ് ടി ബി. റെഡി? കെ ബിയുടെ വാല്യൂ വെള്ളമല്ല എടുത്തിരിക്കുന്ന, വെള്ളത്തിനൊരു ഫിക്സഡ് കെ ബി ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാം. നൗ W2 എന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഫൈൻ പൗഡറിന്റെ വെയിറ്റ്, അത് നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ തൂക്കിയിട്ട് അതിലേക്ക് ഇടുക. 1000 നിങ്ങൾക്ക് അറിയാം. W1 എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് മീൻസ് നിങ്ങളിപ്പോ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിന്റെ വെയിറ്റ് നോക്കിയാൽ W1 കാണാൻ പറ്റും. W1 നിങ്ങൾക്ക് അറിയാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് M2 കണ്ടുപിടിക്കാൻ പറ്റും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മോളിക്കുലാർ വെയിറ്റ് ഓഫ് അൺനോൺ സൊല്യൂട്ട് ഇൻ ദിസ് മെത്തേഡ് ഓൾസോ. നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് എലിവേഷനും ബോയിലിംഗ് പോയിന്റ്. ഇനി ഇതിൻ്റെ നോട്ട്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി പറയാം. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറും അതേപോലെ തന്നെ അബ്നോർമൽ റിസൾട്ടും ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് വലുതായി പോകും. ഓക്കെ, നോട്ട്സ് വേണ്ടവർ ഈ കാര്യമാണ് എഴുതിയേക്കേണ്ടത്. ലെറ്റ് T0B be the boiling point of pure solvent. When a non-volatile solute 2 is added to the solvent, then its boiling point increases to എന്തിലേക്ക് പോകും, TB. Then നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക, then TB minus T0B is equal to delta TB എന്ന് പറയും. It is known as elevation in boiling point. It is a colligative property. It depends only on number of moles of solute and is independent of nature of solute. പറയാം. Then delta TB proportional to small m എന്ന് കൊടുക്കുക. delta TB equal to KB into m എന്ന് കൊടുക്കുക. KBക്ക് പറയുന്ന പേര് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ല മറ്റൊരു പേര് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും പറയും കേട്ടോ. എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. To define KB, if m is equal to 1 എന്ന് പറയുക, delta TB is equal to KB എന്ന് പറയുക. Therefore KB is അല്ലെങ്കിൽ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് is the elevation in boiling point of 1 molar solution. Then ഈ കാര്യം പറഞ്ഞേക്കുക, delta TB is equal to നമ്മൾ അടുത്ത് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, KB into m. ഇതിങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് അവസാനം delta TB is equal to KB into W2 divided by M2 into 1000 divided by W1. ഈ ഒരു സാധനം കൂടി എഴുതി വെക്കുക. പിന്നെ നമ്മൾ ആ ഗ്രാഫും കൂടി അവിടെ വരച്ചേക്കുക. അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് തരും. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കുക, ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 when 1.8 gram of a non-volatile solute was dissolved in 90 gram of benzene. The boiling point is raised to 354.11. Calculate the molar mass of solute. Kb for benzene is 2.53 Kelvin kilogram mole inverse ആണ്. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, ദാറ്റ് ഈസ് ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു സ്മോൾ എം ആണ് ഇക്വേഷൻ. ഡെൽറ്റ TB is nothing but TB minus T0B ഈക്വൽ ടു KB ഇൻറ്റു ഇങ്ങനെ കൊടുക്കാം, എമ്മിന് പകരം W2 by M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M1 ആണ് അല്ലേ. TBയുടെ ബലത്തിലാക്കി എടുക്കുക, ദാറ്റ് ഈസ് അതിന് പറയാം ബോയിലിംഗ് പോയിന്റ്, ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ് 354.11 മൈനസ് T0Bയുടെ വാല്യൂ 353.23 ഈക്വൽ ടു KBയുടെ വാല്യൂ 2.53 ഇൻറ്റു W2, ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് സൊല്യൂട്ടാ. 1.8 gram അല്ലേ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തിരിക്കുന്നത്, അത് 1.8 ഡിവൈഡഡ് ബൈ M2 എന്ന് പറഞ്ഞാൽ ആരാ, അതിൻ്റെ മോളിക്കുലർ മാസ, അത് നമുക്ക് അതാ കണ്ടുപിടിക്കണ്ടേ അല്ലേ, ഇൻറ്റു ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ എന്തോന്ന്, ദാറ്റ് ഈസ് M1 എന്ന് വെച്ചാൽ W1 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സോൾവെൻ്റാ, എത്ര ഗ്രാമാ, 90 gram. അങ്ങനെയാകുമ്പോൾ നമുക്ക് M2 കാണാം. ഈ M2 ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാകുമ്പോൾ ഇതിന് ഇത് കുറച്ചാൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ടാകും, അത് ഏകദേശം ഒരു ദാറ്റ് ഈസ് 0.5 സംതിങ് വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ താഴത്ത് കൊടുത്താൽ യു വിൽ ഗെറ്റ് M2 ഈക്വൽ ടു 2.53 ഇൻറ്റു 1.8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഈ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 90 ചെയ്താൽ യു വിൽ ഗെറ്റ് M2 കിട്ടും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഓക്കെ.